ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യ പതറില്ല. ലോകം മുഴുവൻ ശ്വാസമടക്കി പിടിച്ച് നോക്കി നിന്ന ട്രംപിന്റെ താരിഫ് ബോംബിനെ നിസ്സാരമാക്കി ഇന്ത്യ വിജയഗാഥ രചിക്കുകയാണ്. ഇന്ത്യയെ സാമ്പത്തികമായി പൂട്ടും, 50% നികുതി ചുമത്തും എന്നൊക്കെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചപ്പോൾ പലരും കരുതി ഇന്ത്യയുടെ കയറ്റുമതി തകരുമെന്ന്. പക്ഷേ കണക്കുകൾ പുറത്തു വരുമ്പോൾ കഥ മാറുകയാണ്. ട്രംപിന്റെ താരിഫ് കോട്ടകളെ തകർത്തെറിഞ്ഞ് വെല്ലുവിളികളെ ചവിട്ടുപടിയാക്കി ഇന്ത്യൻ എക്സ്പോർട്ട് സെക്ടർ കുതിക്കുകയാണ്. ലോകം ഞെട്ടിയ ഈ റെക്കോർഡ് കുതിപ്പിന്റെ രഹസ്യം എന്താണ്? നമുക്ക് നോക്കാം. ലോകം മുഴുവൻ പേടിയോടെ നോക്കി നിന്ന ഒന്നായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ബോംബ്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% വരെ നികുതി ഏർപ്പെടുത്തി ഇന്ത്യയെ തളയ്ക്കാമെന്ന് ട്രംപ് വീരവാദം മുഴക്കി. റഷ്യയുമായി എണ്ണക്കച്ചവടം നടത്തിയാൽ പണി പാളുമെന്ന് മുന്നറിയിപ്പ് നൽകി. പക്ഷേ കണക്കുകൾ പുറത്തു വരുമ്പോൾ ലോകം ഞെട്ടുകയാണ്. ഇന്ത്യ തകർന്നില്ല, പകരം റെക്കോർഡ് വേഗത്തിൽ കുതിച്ചു കയറുകയാണ്. ഭീഷണികൾക്കിടയിലും നമ്മുടെ കയറ്റുമതി റെക്കോർഡുകൾ ഭേദിച്ചു. അമേരിക്കയിലേക്കുള്ള ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 25% മുതൽ 50% വരെ അധിക നികുതി ചുമത്തി പൂട്ടാനായിരുന്നു നീക്കം. റഷ്യയിൽ നിന്ന് വില കുറഞ്ഞ ക്രൂഡ് ഓയിൽ വാങ്ങുന്നതിനോടുള്ള ട്രംപിന്റെ പ്രതിഷേധമായിരുന്നു ഈ നീക്കം. നമ്മുടെ ഉൽപ്പന്നങ്ങൾ അമേരിക്കൻ വിപണിയിൽ വില കൂട്ടി വിൽക്കേണ്ടി വരുമെന്ന് ഏവരും കരുതി. ഇന്ത്യയുടെ $87 ബില്യൺ കയറ്റുമതി പ്രതിസന്ധിയിലാകുമെന്ന് പ്രവചിക്കപ്പെട്ടു. ഒക്ടോബറിൽ കയറ്റുമതിയിൽ ചെറിയൊരു ഇടിവുണ്ടായപ്പോൾ പലരും കരുതി ഇന്ത്യ വീണെന്ന്. പക്ഷേ ഇതാ നവംബറിലെ കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ്. എഞ്ചിനീയറിംഗ് എക്സ്പോർട്ട് പ്രൊമോഷൻ കൗൺസിൽ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം ഇന്ത്യയുടെ എഞ്ചിനീയറിംഗ് കയറ്റുമതി മാത്രം $11.01 ബില്യൺ എത്തിയിരിക്കുന്നു. ഒക്ടോബറിനേക്കാൾ 23% വർധനവ്. ട്രംപ് നികുതി കൂട്ടിയിട്ടും അമേരിക്കയിലേക്കുള്ള കയറ്റുമതിയിൽ 11% വളർച്ചയുണ്ടായി. യൂറോപ്പിലാകട്ടെ 39% കുതിപ്പാണ് ഉണ്ടായത്. നമ്മുടെ കാറുകൾ, കാർഷിക യന്ത്രങ്ങൾ എന്നിവയ്ക്ക് ലോക വിപണിയിൽ ഡിമാൻഡ് കുറഞ്ഞിട്ടില്ലെന്ന് ഇന്ത്യ തെളിയിച്ചു. 2025 ഇന്ത്യയിൽ നിന്നുള്ള പാസഞ്ചർ വാഹന കയറ്റുമതി എക്കാലത്തെയും ഉയർന്ന നിരക്കിലേക്ക് കുതിക്കുകയാണ്. മാരുതി സുസുക്കി, ഹുണ്ടായ് തുടങ്ങിയ കമ്പനികൾ തങ്ങളുടെ ആഗോള കയറ്റുമതി ഹബ്ബായി ഇന്ത്യയെ മാറ്റിയിരിക്കുന്നു. ഇന്ത്യൻ നിർമ്മിത SUVകൾക്ക് വിദേശ വിപണിയിൽ വൻ പ്രിയമാണ്. നവംബറിലെ കണക്കുകൾ പ്രകാരം ആദ്യമായി യൂട്ടിലിറ്റി വാഹനങ്ങളുടെ കയറ്റുമതി സാധാരണ കാറുകളെ മറികടന്നു. ജിംനി പോലുള്ള മോഡലുകൾ ഇന്ന് ലോകത്തിലെ 100-ലധികം രാജ്യങ്ങളിലേക്ക് ഇന്ത്യ കയറ്റി അയക്കുന്നു. ഒരു വിപണിയെ മാത്രം വിശ്വസിക്കാതെ പുതിയ വിപണികൾ ഇന്ത്യ വെട്ടിപ്പിടിച്ചു. ഏകദേശം എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ബ്രിട്ടനിൽ ഡ്യൂട്ടി ഫ്രീ എൻട്രി ഉറപ്പാക്കി. ഒമാനുമായി സ്വതന്ത്ര വ്യാപാര കരാറിൽ ഏർപ്പെട്ടുകൊണ്ട് ഗൾഫ് വിപണിയിലേക്കുള്ള കവാടം ഇന്ത്യ തുറന്നു. ന്യൂസിലാൻഡുമായി സ്വതന്ത്ര വ്യാപാര കരാർ രൂപീകരിച്ചുകൊണ്ട് പസഫിക് മേഖലയിലും ഇന്ത്യ കരുത്തറിയിച്ചു. ചുരുക്കത്തിൽ ട്രംപ് ഒരു വാതിലടച്ചപ്പോൾ ലോകം ഇന്ത്യക്ക് മുന്നിൽ 10 വാതിലുകൾ തുറന്നിട്ടു. ഇന്ത്യയുടെ കയറ്റുമതി മേഖല ഇപ്പോൾ പുതിയ ഘട്ടത്തിലാണ്. 2030 $2 ട്രില്യൺ കയറ്റുമതി ലക്ഷ്യമിട്ടാണ് രാജ്യം മുന്നേറുന്നത്. രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾക്കോ സാമ്പത്തിക ഭീഷണികൾക്കോ ഇന്ത്യയുടെ വളർച്ചയെ തടയാനാവില്ല എന്ന സന്ദേശമാണ് ഈ കണക്കുകൾ നൽകുന്നത്. അടഞ്ഞ വാതിലുകളല്ല, തുറന്ന വിപണികളാണ് ഇന്ത്യയുടെ കരുത്തെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞു. ഭീഷണികൾ പഴങ്കഥയാകട്ടെ, കണക്കുകൾ സംസാരിക്കട്ടെ. 2030 കണ്ണുനട്ട് പായുന്ന ഇന്ത്യൻ എക്സ്പോർട്ട് കുതിക്കുകയാണ്. താരിഫ് യുദ്ധങ്ങളിലല്ല, മറിച്ച് ലോകരാജ്യങ്ങളുടെ വിശ്വസ്ത പങ്കാളിയാകുന്നതിലാണ് ഇന്ത്യയുടെ വിജയം.